He has gone to Mumbai. He has been to Mumbai. He has been in Mumbai. ഈ 3 സെൻറ്റൻസുകളും ശ്രദ്ധിച്ചില്ലേ? ഇതിൽ 3 സെൻറ്റൻസിലും ഉപയോഗിച്ചിരിക്കുന്ന വേർബ് ഫോംസ് ഡിഫറൻ്റ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്തരം വേർബ് ഫോംസിനെ പറ്റിയാണ്. ഈ 3 ഡിഫറൻറ്റ് വേർബ് ഫോംസ് കറക്റ്റാണോ, അതല്ലെങ്കിൽ അതിൻ്റെ മീനിങ് സെയിം ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണത് വ്യത്യാസം വരുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വേർബ് ഫോംസ്: ഹാവ് ഓർ ഹാസ് ഗോൺ ടു എ പ്ലേസ്, ഹാസ് ഓർ ഹാവ് ബീൻ ടു എ പ്ലേസ്, ഹാവ് ഓർ ഹാസ് ബീൻ ഇൻ എ പ്ലേസ്. ഇത് 3 തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നോക്കാം. ഈ 3 പ്രയോഗങ്ങളും വളരെ കറക്റ്റ് തന്നെയാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്ന കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ഒക്കെ ഡിഫറൻ്റ് ആണ്. അതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കുന്നത്. ആദ്യം നമുക്ക് ഹി ഹാസ് ഗോൺ ടു എ പ്ലേസ് നോക്കാം. ഹി ഹാസ് ഗോൺ ടു എ പ്ലേസ്. ഹി ഹാസ് ഗോൺ ടു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്, അവനിപ്പോൾ മാർക്കറ്റിലാണ്. ഹി ഹാസ് ഗോൺ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ അവന് സ്കൂളിൽ പോയിരിക്കുകയാണ്, ഇപ്പോൾ അവന് സ്കൂളിലാണ്. ഹി ഹാസ് ഗോൺ ടു ദുബായ് എന്ന് പറഞ്ഞാൽ അവൻ ദുബായിലാണ്, അവൻ ദുബായിലേക്ക് പോയിരിക്കുകയാണ്. ഹി ഹാസ് ഗോൺ ടു മുംബൈ, അവൻ മുംബൈയിലേക്ക് പോയിരിക്കുകയാണ്. ഹി ഹാസ് ഗോൺ ടു ബാങ്ക്, അവൻ ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ ഹി ഹാസ് ഗോൺ ടു എന്ന് പറയുന്നത് ആ ഒരു സ്ഥലത്തേക്ക്. ഹി ഹാസ് ഗോൺ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേസിലേക്ക്, ഏത് പ്ലേസ് ആണോ നമ്മൾ ഗോൺ ടു കഴിഞ്ഞിട്ട് പറയുന്നത് ആ പ്ലേസിലേക്ക് പോയിരിക്കുകയാണ്, അവൻ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് മീനിങ്. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഹാസ് എന്നുപയോഗിച്ചത്. അത് സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. ഐ, യു, വി, ദേ, അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കാം, ഹാവ് ഗോൺ ടു. അതല്ല ഹി, ഷീ, പിന്നെ ഏതെങ്കിലും സിംഗുലർ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കാം. അപ്പോൾ ഹാവ് ഗോൺ ടു എ പ്ലേസ് അല്ലെങ്കിൽ ഹാസ് ഗോൺ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസാണ്. സീനയെ കാണാൻ ഞാൻ സീനയുടെ വീട്ടിൽ ചെന്നു. അപ്പോൾ സീനയുടെ മദർ പറയുകയാണ് ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. അപ്പോൾ സീന അവിടെ ഇല്ലല്ലോ, സീന സ്കൂളിൽ പോയിരിക്കുകയാണ്. ഷീ ഹാസ് ഗോൺ ടു സ്കൂൾ. ഇനി അടുത്ത വേർബ് ഫോം ഹാവ് ഓർ ഹാസ് ബീൻ ടു എ പ്ലേസ്. ഹാസ് ബീൻ ടു എ പ്ലേസ് അല്ലെങ്കിൽ ഹാവ് ബീൻ ടു എ പ്ലേസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പല പ്രാവശ്യം ആഗ്രയിൽ പോയിട്ടുണ്ട്, പക്ഷേ ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല. ഐ ഹാവ് ബീൻ ടു ആഗ്ര മെനി ടൈംസ് ബട്ട് ഐ ഹാവ് ഇൻ സീൻ താജ്മഹൽ. അപ്പോൾ ഇവിടെ മീനിങ് എന്താ? ഞാൻ ആഗ്രയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഇപ്പോൾ ആഗ്രയിലല്ല, അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യം പോയി തിരിച്ചു വന്നു. ഐ ഹാവ് ഇൻ ബീൻ ടു ആഗ്ര മെനി ടൈംസ് ബട്ട് ഐ ഹാവ് ഇൻ സീൻ താജ്മഹൽ. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് ഐ ഹാവ് ബീൻ ടു എന്നാണ്. അപ്പോൾ ബീൻ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, അവിടെ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടും ഉണ്ട് എന്നാണ് മീനിങ്. ഇവിടെയും ഹാവിന് പകരം നമുക്ക് ഹാസ് ഉപയോഗിക്കാം, അത് സബ്ജക്റ്റ് അനുസരിച്ച്. ഞാൻ ഒരിക്കലും USA പോയിട്ടില്ല. ഐ ഹാവ് നെവർ ബീൻ ടു ദ USA. ഞാൻ ഒരിക്കലും USA പോയിട്ടില്ല എന്നാണ്. ഐ ഹാവ് നെവർ ബീൻ ടു ദ USA. അപ്പോൾ ഹാവ് ബീൻ ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹാസ് ബീൻ കഴിഞ്ഞിട്ട് ഒരു സ്ഥലം ആണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് എന്നാണ് അർത്ഥം. അല്ലാതെ അവിടെ ഇപ്പോഴും അവിടെ താമസിക്കുകയാണ് എന്നല്ല. അവിടെ പോയി അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ട വേർബ് ഫോം ഹാവ് ഓർ ഹാസ് പ്ലസ് ബീൻ ഇൻ പ്ലസ് എ പ്ലേസ്. ബീൻ ടു അല്ല, ബീൻ ഇൻ. ഐ ഹാവ് ബീൻ ഇൻ എ പ്ലേസ് എന്ന് പറയുന്നത് എന്താ? ഹാവിന് പകരം നമുക്ക് ഹാസ് സബ്ജക്റ്റ് അനുസരിച്ച് മാറ്റി ഉപയോഗിക്കാം, മീനിങ്ങിൽ ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ എവിടെയാണ് ഈ ഒരു വേർബ് ഫോം ബീൻ ഇൻ എന്നുപയോഗിക്കുന്നത്? ഐ ഹാവ് ബീൻ ഇൻ, ഹാവ് പ്ലസ് ബീൻ ഇൻ പ്ലസ് എ പ്ലേസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും മുംബൈയിലാണ്.
ഇപ്പോൾ മുംബൈയിൽ പോയിട്ട് 2 വർഷമായി. രണ്ടുപേരും മുംബൈയിലാണ്. പക്ഷേ മുംബൈയിൽ പോയതിന് ശേഷം പിന്നീട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല. ജോലി തിരക്ക് കാരണം നിങ്ങൾക്ക് കാണാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും മുംബൈയിലാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, ഐ ഹാവ് ബീൻ ഇൻ മുംബൈ ഫോർ 2 years. ഞാൻ 2 കൊല്ലമായി മുംബൈയിലാണ്. ഇപ്പോഴും ആണ്. 2 കൊല്ലമായിട്ട്, അതൊരു പീരീഡ് ഓഫ് ടൈമാണ്. ഐ ഹാവ് ബീൻ ഇൻ മുംബൈ ഫോർ 2 years. പിന്നെ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതും നിങ്ങൾ പറയുകയാണ്, ഹി ഹാസ് ബീൻ ഇൻ മുംബൈ ഫോർ 2 years. അവൻ മുംബൈയിലായിട്ട് 2 years ആയി. അവൻ ഇപ്പോഴും മുംബൈയിലുണ്ട്. 2 കൊല്ലം മുമ്പ് വന്നു, ഇപ്പോഴും മുംബൈയിലുണ്ട്. പക്ഷേ ഞങ്ങൾ പരസ്പരം കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? തുടർച്ചയായിട്ട് ഇപ്പോഴും അവിടെയുണ്ട്, ഇപ്പോഴും അവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ബീൻ ഇൻ എന്നുപയോഗിക്കുന്നത്. ഇനി നിങ്ങൾ പറയുകയാണ്, ഞാൻ 2 കൊല്ലമായി മുംബൈയിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും എനിക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടില്ല. അതെങ്ങനെ പറയും? ഐ ഹാവ് ബീൻ ഇൻ മുംബൈ ഫോർ 2 years, ബട്ട് ഐ ഹാവ് നെവർ തോട്ട് ഓഫ് ഗോയിങ് ബാക്ക്. ഞാൻ ഇപ്പോഴും ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന മീനിങ്ങാണ് അവിടെ വരുന്നത്. അവൾ ഒരുപാട് നാളായി നേപ്പാളിലാണ്. അവൾ നാട്ടിലേക്ക് വരാറേയില്ല. ഇതെങ്ങനെ പറയും? അവൾ കുറേ കാലമായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് നേപ്പാളിലാണ്. ഇപ്പോഴും ആണ് എന്ന മീനിങ് അല്ലേ അവിടെ വരുന്നത്. അപ്പോൾ അതെങ്ങനെ പറയുക? ഷീ ഹാസ് ബീൻ ഇൻ നേപ്പാൾ ഫോർ എ ലോങ് ടൈം ആൻഡ് നെവർ കംസ് ഹിയർ. ഇങ്ങോട്ട് വരുന്നില്ല. കുറേ കാലമായിട്ട് നേപ്പാളിലാണ്, കുറേ വർഷങ്ങളായിട്ട്, കുറേ നാളുകളായിട്ട് നേപ്പാളിലാണ്. ഇങ്ങോട്ട് വരാറില്ല, വരുന്നില്ല എന്നൊക്കെയുള്ള മീനിങ്ങാണ് അവിടെ. ഷീ ഹാസ് ബീൻ ഇൻ നേപ്പാൾ ഫോർ എ ലോങ് ടൈം ആൻഡ് നെവർ കംസ് ഹിയർ. ഇവിടേക്ക് വരാറില്ല എന്ന മീനിങ്ങാണ് അവിടെ. അപ്പോൾ അവൾ ഇപ്പോഴും നേപ്പാളിലാണ്. ഷീ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് ഹാസ് ബീൻ എന്നുപയോഗിച്ചത്. അപ്പോൾ ഈ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വേർബ് ഫോംസ്, 3 വേർബ് ഫോംസ് മനസ്സിലായില്ലേ? ഹാവ് ബീൻ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ആ പറയുന്ന സ്ഥലത്തേക്ക്, അവിടേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടും ഉണ്ട്. ഹാവ് ഗോൺ ടു എ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക്, ആ പറയുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടില്ല. ഇനി ഹാവ് ബീൻ ഇൻ എ പ്ലേസ് എന്ന് പറയുന്നത് അവിടെ ആ സ്ഥലത്ത് തന്നെയാണ്, അത് കുറേ നാളുകളായിട്ട് അവിടെ തന്നെയാണ് എന്ന മീനിങ്ങിലാണ് പറയുന്നത്. ഷീ ഹാസ് ഗോൺ ടു ദുബായ്. അവൾ ദുബായിലാണ്, ദുബായിലേക്ക് പോയിട്ടുണ്ട്. അവൾ ദുബായിലേക്ക് പോയി, അവിടേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അവൾ ഇപ്പോഴും ദുബായിലാണ്. ഷീ ഹാസ് ബീൻ ടു ദുബായ് എന്ന് പറഞ്ഞാൽ അവൾ ദുബായിൽ പോയിട്ടുണ്ട്, പക്ഷേ തിരിച്ചു വന്നിട്ടുണ്ട്, ഇപ്പോൾ ദുബായിൽ അല്ല. ഷീ ഹാസ് ബീൻ ഇൻ ദുബായ് ഫോർ മെനി ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊല്ലങ്ങളായിട്ട് അവൾ ദുബായിലാണ്, ഇപ്പോഴും ആണ്. മനസ്സിലായല്ലോ?